എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. എല്ലാവർക്കും ഇനി നമ്മൾ ആയില്യം നക്ഷത്രക്കാർക്ക് ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത് കാർഡ്, നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് സോഡ്സ്, ചാരിയറ്റ്, പേജ് ഓഫ് കപ്സ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവേ സന്തുഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആദ്യം തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഏത് കാര്യങ്ങളിലൊക്കെയാണോ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിച്ചത് അതിൽ മുന്നേറുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ. ഇപ്പം ഈ ഒരു സമയം അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് എന്തെടുത്താലും ചിലവാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും, അപ്പോൾ ശമ്പളം വർദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നിരുന്നാൽ പോലും എപ്പോഴും ചിലവാണ്. നിങ്ങൾ പണ്ട് സേവ് ചെയ്തതിൻ്റെ അത്രയും പോലും ഇപ്പോൾ സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങളുടെ തോന്നലുകളുണ്ടാവും. അപ്പോൾ നേരത്തെ ശമ്പളം കുറവായിരുന്നിട്ടും ഇതിലും കൂടുതൽ സേവ് ചെയ്തിരുന്നു, ഇപ്പോൾ ശമ്പളം കൂടുമ്പോൾ സേവിങ്സ് കുറവായെന്നുള്ളൊരു ചിന്തയാവാം. അപ്പോൾ ഒരുപക്ഷെ ശമ്പളം കൂട്ടിയപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്ക് എന്തെങ്കിലും EMIയിൽ എടുത്തിട്ടുണ്ടാവാം. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ അടുത്തിടയ്ക്കുള്ള ടൈം പീരീഡ് കുറച്ച് ധനനഷ്ടം അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇരിക്കാത്തൊരു സമയമായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൈസ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇനി വേറൊന്നും മേടിക്കുന്നില്ല ചെയ്യുന്നില്ലെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ ചിലവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടായിരുന്നിരിക്കാം, ധനം നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ പൊതുവേ നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന കാര്യം എന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ധനം കയ്യിലിരിക്കുന്നു, കിട്ടുന്ന ശമ്പളം സേവത്തിൽ നിന്ന് ഒരു പരിധി വരെ സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം നിങ്ങളെ സന്തുഷ്ടരാക്കുന്നു. അതേപോലെ തന്നെ സേവിങ്സ് കൂടാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഇന്ന കാര്യങ്ങൾ ഇന്നത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു, ഇന്ന കാര്യം ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ചിന്തയും തോന്നലും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന്. അതേപോലെ തന്നെ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ പല വഴികളിലൂടെ വരുന്നു. ധന സമ്പാദനത്തിനുള്ള അവസരങ്ങൾ പല വഴികളിലൂടെ വരുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതും വളരെയധികം നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പം വീട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ചിന്തിക്കുന്നവരും, സ്വന്തമായിട്ട് വീടില്ലാത്തവരും സ്വന്തമായിട്ട് വീട് വയ്ക്കണം എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുള്ളവർ അങ്ങനെ സ്വന്തമായിട്ട് വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുകയും ആ ഒരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം അതും ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പുതിയൊരു തുടക്കമാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ പറയുകയാണെങ്കിൽ. ഒരു പുതിയ ജോലി ലഭിക്കുന്നതാവാം ചില ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നുണ്ട്, ബിസിനസ് കാര്യങ്ങൾ, ഒരു പുതിയ തുടക്കമാണ്, പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക ഭദ്രതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ തുടക്കമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പുതിയ ബിസിനസ്സോ പുതിയ ജോലിയിലേക്കോ കയറുന്നതാവാം. വളരെയധികം നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനായിട്ട് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക സമൃദ്ധിയാണ് കാണിക്കുന്നത്. സാമ്പത്തികം എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്പൽ സമൃദ്ധിയാണ്. അപ്പോൾ പണം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഹെൽത്ത് ആൻഡ് വെൽത്ത് എന്നുള്ള രീതി, മെറ്റീരിയൽ അബണ്ടൻസ് മാത്രമല്ല, അതായത് ആരോഗ്യപരമായിട്ടും ശാരീരികവും മാനസികവുമായിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ ഈ മേഖലകളിലൊക്കെ തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാനസികമായിട്ടും ഒത്തിരി തൃപ്തി തരുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ്. പിന്നെ പല ആളുകളെ സംബന്ധിച്ചും സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നു, പുതിയ പുതിയ വ്യക്തികളുമായിട്ടൊക്കെ ഒരു ബന്ധം പുലർത്താൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഒത്തിരി വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, വളരെ വലിയ പൊസിഷനിലിരിക്കുന്നവർ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ പൊളിറ്റിക്സിലോ സിനിമ സീരിയൽ മേഖലയിൽ അതുപോലെ വലിയ പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള പല ആളുകളും, അങ്ങനെയുള്ള ലെവലിൽ നിൽക്കുന്ന പല ആളുകളും ഒക്കെ ആയിട്ട് ബന്ധം സ്ഥാപിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ്.
അപ്പോൾ ഇവിടെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒത്തിരി ധൈര്യം അനിവാര്യമായിട്ടുള്ള റിസ്ക് എടുക്കുന്ന സമയമുണ്ട്, അതേപോലെ തന്നെ ധൈര്യം വേണ്ടുന്ന പല തീരുമാനങ്ങളുമാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ആലോചിച്ച് കണ്ടിട്ടൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് തോന്നുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാവാം. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളിലൂടെ നിങ്ങൾ ഒരു ആത്മവിശ്വാസക്കുറവായിരിക്കാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആത്മവിശ്വാസക്കുറവ് നിങ്ങളെ എന്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും ബാധിക്കുന്ന കാര്യങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഫാമിലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഒരു വീട് സ്വന്തമായിട്ട് ഇല്ലാത്തവരാണ്. അപ്പോൾ നിങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുക എന്നുള്ളത് ഒരു വലിയ തീരുമാനമാണ്. അപ്പോൾ അത് ലോൺ എടുക്കുന്നത് ബാക്കിയുള്ളവരായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് അത് ചിലപ്പോൾ അച്ഛനമ്മമാരുടെ പേരിലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടി വരും, നിങ്ങളുടേതായിട്ടുള്ള സ്വത്തുവകകളല്ല എങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നതും നിങ്ങൾ ഉറപ്പ് കൊടുക്കേണ്ടി വരും. അതായത് ഇങ്ങനൊരു വീട് വിൽക്കുന്നതും പിന്നെ അതിനുശേഷം സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുന്നതിൻ്റെ കാര്യങ്ങളും എത്ര അതിൻ്റെ സാമ്പത്തികം മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടിയിട്ടായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പേജ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം പക്വതയോട് കൂടിയിട്ട്, പൊതുവേ നിങ്ങൾ കുറച്ചൊരു കുട്ടിത്തം നിങ്ങളിലുണ്ടെന്ന് പൊതുവെ ആളുകൾ പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കുറച്ച് മെച്യൂറായിട്ട് പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലും താല്പര്യം കൂടുതൽ പ്രകടിപ്പിക്കുന്നു, ദൈവിക കാര്യങ്ങൾ. ഇപ്പോൾ പൂജകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ക്ഷേത്രങ്ങളിൽ പള്ളികളിലൊക്കെ സന്ദർശിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ പേജ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ് ഇത്. ഒരു തരത്തിൽ നിങ്ങൾ വളരെ എനർജറ്റിക് കൂടിയായിരിക്കും, ഭയങ്കര റെസ്റ്റ്ലെസ് എനർജി ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകൾ കാര്യങ്ങളൊന്നും സ്മോൾ ടോക്കിനൊന്നും പോവാതെ സ്വന്തം കാര്യം നോക്കി സ്വന്തം ആഗ്രഹങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു എനർജിയാണ്. അതേപോലെ തന്നെ ചെറിയ സിറ്റുവേഷനാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികം ഭദ്രതയും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. വീണ്ടും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് ധൃതി പിടിച്ച് വലിയ ചിലവാക്കിയിട്ട് ലോൺ എടുത്തിട്ട് അത്യാവശ്യമില്ല എങ്കിൽ ഇപ്പോൾ വീട് പണിയുന്ന കാര്യങ്ങൾക്കൊരു സമയമാണ് ഇപ്പോൾ. അത് ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ വീണ്ടും ഇപ്പോൾ വീട് പണിയാൻ ഓൾറെഡി ലോൺ എടുക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഓടിപ്പോയിട്ട് പിന്നെ കാറ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഫോണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കാൻ മുതിരാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർ ഉണ്ട് എങ്കിൽ പിന്നെ ധൃതി പിടിച്ച് ഇപ്പോൾ ഈ ഒരു ലോൺ എടുക്കുമ്പോൾ എല്ലാ ലോണും ഒരുമിച്ചെടുക്കാനുള്ളൊരു ത്വര ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. വിവാഹം കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു സമയം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വിവാഹം നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്കൊരു ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ച് ഒരു മനസ്സിലൊരു തൃപ്തി ഇല്ലായ്മ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളൊരു അറേഞ്ച് മാരേജിലേക്ക് ആയിരിക്കാം പോകുന്നത്. അപ്പോൾ ഒരു അറേഞ്ച് മാരേജ് ലേക്ക് പോകുമ്പോഴും മൈൻഡിൽ ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലാണിത്. ഇതെന്താണ് ഇങ്ങനെ, അങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് വിവാഹമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഇപ്പോൾ അടുത്തിടയ്ക്ക് വിവാഹം നടക്കാൻ പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച്, അപ്പോൾ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് വയ്ക്കാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും കാണിക്കുന്നില്ല. നിങ്ങളതിൽ വിചാരിക്കുന്ന രീതിയിലല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ എങ്ങനെ സംഭവിച്ചു, ഇനി പോസിറ്റീവ് എനർജിയാണ്, നല്ലൊരു ബന്ധം, നല്ലൊരു റിലേഷൻഷിപ്പാണ് മുന്നോട്ടേക്ക് കാണിക്കുന്നത്. വിവാഹമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ഭയം മനസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് കളയാം. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ,
അല്ലെങ്കിൽ വീട്ടമ്മമാർ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ജീവിതം, ഇനിയും ജീവിതം ബാക്കി ഉണ്ട്, ഇനി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.